സ്നേഹനിധിയായ ദൈവമേ, ഈ ദേവാലയത്തെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേവാലയം ഇവിടെ പണിത നാൾ മുതൽ ഈ നിമിഷം വരെ മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സകല ആത്മാക്കളെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ടെങ്കിൽ അവരെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ അവർ ചെയ്ത നല്ല പ്രവൃത്തികളുടെയും അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ നിന്നും മറ്റു ദേവാലയത്തിൽ നിന്നുമായി അവർ പങ്കുകൊണ്ട വിശുദ്ധ കുർബാനയുടെയും യോഗ്യതയാലെ അവരെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ദേവാലയത്തിലൂടെ സഞ്ചരിച്ച അവരുടെ പാദങ്ങളെ നിത്യപ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ നീ ഇടയാക്കണമേ. അഗ്നിച്ചിറകുകളിൽ സഞ്ചരിക്കുന്ന സ്വർഗനിവാസികളോടൊപ്പം ദൈവമേ ഇവർക്കും സഞ്ചരിക്കുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രോവേന്മാരും സൈനിക വൃന്ദങ്ങളും വിശുദ്ധന്മാരുമെല്ലാം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നിരന്തരം പാടി സ്തുതിക്കുന്ന അങ്ങയെ പാടി പുകഴ്ത്തുവാൻ ഇവരെയും ഇടയാക്കണമേ. അനന്തമായ കരുണ കണ്ട അവരുടെ കണ്ണുകൾ കർത്താവെ നിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം കാണുവാനിടയാക്കണമേ. ദേവാലയത്തിൽ നിന്നെ പാടി സ്തുതിച്ച അവരുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്തുതിഗീതങ്ങൾ കേട്ട അവരുടെ കാതുകൾ അങ്ങയുടെ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവും രക്ഷകനുമായ ദൈവമേ നിന്റെ അനന്തമായ കാരുണ്യം ഈ മക്കളുടെ മേൽ ഉണ്ടാകണമേ, ആത്മാക്കളുടെ മേൽ ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിന്ദിവ്യ നിണത്താൻ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരമെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും.